വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. ബീമിസ് ആണ് മകളെ. നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ വാംത്ത് ഓഫ് ലവ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ, ആ ഒരു യൂണിറ്റ്. അതിൽ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എക്സാമിന് വരുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി അല്ല, പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പിക്ചർ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിംഗ് എന്നാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഫ്രണ്ട്സും പഠിക്കേണ്ടടാ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്ററിൻ്റെ ചാപ്റ്ററിൽ അല്ലേ, നമ്മുടെ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പിക്ചർ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു പിക്ചർ തരും. എന്നിട്ട് ആ പിക്ചറിൽ എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് നോക്കി അതേപോലെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഒന്നും വരാണ്ട് പിക്ചറിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണ് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പിക്ചറാണ് കേട്ടോ മിസ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെസ്റ്റർ സ്കൂളിൽ പോകാൻ നേരം മദറിന് കിസ്സിംഗ് ഹാൻഡ് കൊടുക്കുന്ന ആ ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ പിക്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മുടെ ചെസ്റ്റർ നിപ്പുണ്ട് അല്ലേ, സ്കൂൾ ബാഗ് ഉണ്ട്, ഇവിടെ അമ്മ നിപ്പുണ്ട്, പുറകിൽ നമുക്ക് സ്കൂള് കാണാം അല്ലെ, ഇവിടെ മരങ്ങളുണ്ട്, ഇവിടെ മതിലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ, ഗേറ്റ് കാണാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അത് നിങ്ങളിതാ എഴുതി വെച്ചാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഏതൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഒരു വാക്കാണ് ദിസ് ഈസ്, അല്ല ഒരു സെൻറ്റൻസ് ആണ്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എൻ അമേസിങ് പിക്ചർ, അല്ലെങ്കിൽ ദിസ് ഈസ് എ മീനിങ് ഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതാ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൽ കാണുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. മിസ്സിൻ്റെ കുട്ടികളെ നോക്കിക്കേ എന്തൊക്കെയുണ്ട്. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ബോയ് ആൻഡ് ഹിസ് മദർ എന്നാണ് കേട്ടോ, ബോയ് ആൻഡ് ഹെർ മദർ അല്ല, a boy and his mother. The boy is kissing the hands of his mother. boy എന്ത് ചെയ്യാണ്, അമ്മയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അല്ലേ. നമ്മുടെ കിസ്സിങ് ഹാൻഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ, ചാപ്റ്റർ പഠിച്ചാൽ നമുക്കറിയാം. The boy is kissing the hands of his mother. Behind them we can see a school അല്ലേ. അവരുടെ പുറകിലായിട്ട് എന്ത് കാണുന്നുണ്ട്, നമ്മൾ സ്കൂൾ കാണുന്നില്ലേ, അത് നമുക്ക് എഴുതാം അല്ലേ. Behind them we can see a school and the school gate. ഇവിടെ സ്കൂൾ ഗേറ്റ് നമ്മൾ കാണുന്നുണ്ട്. There is a tree in the picture അല്ലേ. ഈ ഒരു പിക്ചറിൽ എന്ത് കാണാം, നമുക്കൊരു മരം കാണാം. പിന്നെ എന്തൊക്കെയുണ്ടടാ, ദ ബോയ് ഈസ് വെയറിംഗ് എ സ്കൂൾ ബാഗ് അല്ലേ. നമ്മുടെ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കൂൾ ബാഗ് വേറെ ചെയ്യുന്നുണ്ട്. ഇനി ഈ പിക്ചറിൽ ബാക്കി എന്തൊക്കെയാണ് കാണുന്നതെന്ന് മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.